Sending you a big hello and a warm welcome to Disha Academy. ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപക്ഷെ ദീർഘകാലമായി നമ്മുടെ ദിശ അക്കാഡമിയുടെ ഭാഗമായി SSCയുടെ വിവിധങ്ങളായിട്ടുള്ള CGL, CHSL, MTS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരുപക്ഷെ എൻ്റെ മുഖം അത്ര പരിചിതമായിരിക്കില്ല. എന്നിരുന്നാലും എൻ്റെ പേര് അതുൽ. നിങ്ങളുടെ പ്രിപ്പറേഷൻ യാത്രയിൽ ഇംഗ്ലീഷ് ഭാഷയുടെ മുമ്പിൽ ആരെങ്കിലും ഒക്കെ പതറിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി, നിങ്ങൾക്ക് ആശ്വാസം നൽകാനാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേരും വളരെ ആത്മാർത്ഥതയോടുകൂടി, ഒരുപാട് ആഗ്രഹത്തോടു കൂടി എനിക്കും ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ആവണം എന്ന ആഗ്രഹത്തെ സഫലീകരിക്കാൻ മുൻപോട്ട് ചുവടുവെക്കുന്നവരാണ്. നമുക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമില് സിലബസിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യവും സ്പഷ്ടവുമായിട്ടുള്ള അറിവ് ആവശ്യമാണ്. എല്ലാ SSC എക്സാമുകളിലും വളരെ പ്രാധാന്യത്തോടു കൂടി ഭാഗമാക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇംഗ്ലീഷ് ഭാഷ. ഒരുപാട് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകുന്നവരെ സംബന്ധിച്ചും ഒരു പ്രശ്നമായി, ഒരു പ്രതിസന്ധിയായി മാറുന്നത് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് ഭാഷയാണ്. പലരും, നിരവധി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാർ എനിക്ക് മാത്സ് വളരെ എളുപ്പമാണ്, ഞാനത് വളരെ വേഗത്തിൽ ചെയ്യാറുണ്ട്, അതിന്റെ ഭാഗമായിട്ട് വരുന്ന റീസണിങ്ങും എളുപ്പമാണ്, GK-യിലും ഭേദപ്പെട്ട ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ ഞാൻ 100% ഉറപ്പെന്ന് വിചാരിച്ച് രേഖപ്പെടുത്തുന്ന ഉത്തരങ്ങൾ പോലും ആൻസർ കീ വരുമ്പോ തെറ്റായി മാറുന്ന വളരെ പരിതാപകരമായ കാഴ്ചയാണ് സാർ ഞാൻ കാണുന്നത്. അങ്ങനെ അഭിപ്രായപ്പെടാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി നമുക്ക് എന്തൊക്കെയോ അറിയാം. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ലഭിച്ച, നമ്മൾ നേടിയെടുത്ത ഈ ഒരു അറിവിന് കൃത്യതയില്ല, അത്ര ഓർഗനൈസ്ഡ് അല്ല. അപ്പൊ നമ്മൾ പ്രാഥമികമായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പഠനത്തിൽ ഒരു കൃത്യതയും ഒരു ചിട്ടയും അടുക്കും ഒക്കെ കൊണ്ടുവന്നാൽ ഇംഗ്ലീഷുമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങള് 100% നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ എളുപ്പമുള്ള, ലഘുവായിട്ടുള്ള, രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷയെ നമ്മുടെ പഠനത്തിലുള്ള കൃത്യതയില്ലായ്മ മൂലം നമ്മൾ അകാരണമായിട്ട് പേടിക്കുകയാണ്, ഭയപ്പെടുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഠനത്തിൽ കൃത്യത കൊണ്ടുവരണം. ആ അച്ചടക്കവും ആ ഒരു കൃത്യതയും എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ ജേണിയുടെ ഭാഗമാക്കാം, പാർട്ടാക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള സൂത്രവാക്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ദിശ അക്കാഡമിയെ കൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേണിയുടെ ഭാഗമാക്കി മാറ്റുക എന്നൊരു റിക്വസ്റ്റ് ആദ്യമേ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. Shall we begin? I think we shall begin with a question. നമുക്കൊരു ചോദ്യമായിട്ട് ആദ്യം തുടങ്ങാം. എല്ലാ ക്ലാസ്സുകളും ഒരു ചോദ്യത്തോടെ തുടങ്ങുന്നത് എന്തൊരു ഐശ്വര്യമാണ്. ഒന്നുമില്ല, എൻ്റെ ഒരു ചോദ്യം, is English difficult? ഇംഗ്ലീഷ് ഒരു വിഷമം പിടിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ഒരു ഭാഷാ വിഷയമാണോ? നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞ് ഏതൊക്കെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്സ് പഠിക്കാനാണ് നിങ്ങൾക്ക് പ്രയാസം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവിക്കുന്നത്, അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങളുടെ കൺസേൺസ് കൂടി അഡ്രസ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് പാകപ്പെടുത്താലോ, അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, ബുദ്ധിമുട്ടല്ല, വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ്. ഇറ്റ്സ് എ നോ, ബുദ്ധിമുട്ടല്ല കേട്ടോ. ഇംഗ്ലീഷ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് പ്രൊവൈഡഡ് ദാറ്റ്, കണ്ടീഷൻ എന്താ? യു പ്രിപ്പയർ സ്മാർട്ട്ലി. ഇഫ് യു പ്രിപ്പയർ സ്മാർട്ട്ലി, നിങ്ങൾ സ്മാർട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഒരിക്കലും നിങ്ങളെ സംബന്ധിച്ച് ഒരു വിഷമമുള്ള ഒരു ഭാഷയോ വിഷയമോ ആയിരിക്കില്ല. അങ്ങനെ വിഷമമുള്ള ഒരു ഭാഷയായിരുന്നെങ്കിൽ ഓരോ വർഷവും മില്യൺസ് ഓഫ് ആൾക്കാർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി വരില്ല. അല്ലെ, ഈ ലോകത്തിൽ 1.5 ബില്യണോളം ആൾക്കാർ ഒരിക്കലും നിഷ്പ്രയാസം അത് വിഷമം പിടിച്ച ഒരു ഭാഷയായിരുന്നെങ്കിൽ സംസാരിക്കില്ല. നോക്കൂ, എത്രയോ എളുപ്പമുള്ള ഒരു സ്ട്രക്ചർ ആണ് ഒരു ഇംഗ്ലീഷ് സെന്റൻസിനെ സംബന്ധിച്ച്.
നമുക്ക് ഒരു സബ്ജക്റ്റും ഒരു വെർബും അതുപോലെ നിർബന്ധമെങ്കിൽ ഒരു ഒബ്ജക്റ്റും ചേർത്ത് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഒരു സെന്റൻസ് ആയി മാറും. അതുപോലെ വെർബ് കോഞ്ചുഗേഷൻ മറ്റേ ജർമ്മൻ ഭാഷ പോലെയോ ഫ്രഞ്ച് ഭാഷ പോലെയോ മലയാളം പോലെയോ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കോഞ്ചുഗേഷൻ ഒക്കെ വളരെ ഡയറക്റ്റ് ആണ്. ഐ ലവ്ഡ് അല്ലെ, ഐ ഹാവ് ലവ്ഡ്, അങ്ങനെയൊക്കെ ഡിഫറെന്റ് കോഞ്ചുഗേഷൻ വരുന്നുണ്ട്, വളരെ ഡയറക്റ്റ് ആണ്. യെസ്, അപ്പൊ ഇംഗ്ലീഷ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ എവിടെയാണ് പ്രശ്നം? പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് കോമൺ ചലഞ്ചസ്. ഇംഗ്ലീഷ് ഏത് വിധേനെ പഠിക്കുന്ന ഒരാളായിക്കോട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഉപയോഗത്തിന് പഠിക്കുന്ന ഒരാളായിക്കോട്ടെ, ഇതാണ് അയാൾ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ ഗ്രാമർ റൂൾസ്. ഞാനിവിടെ ഒരിക്കലും ലാക്ക് ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ടില്ല. അറിവിന്റെ അപര്യാപ്തതയല്ല, മറിച്ച് ക്ലാരിറ്റി കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിയമങ്ങൾ എവിടെയൊക്കെയോ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പൂർണ്ണത, ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത കുറവുണ്ട്. നമുക്കറിയാം ടെൻസ് ഇതാണ്, ആർട്ടിക്കിൾസ് ഇതാണ് എന്നൊക്കെ അറിയാം. പക്ഷെ എവിടെ ഉപയോഗിക്കണം, ഏത് സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾക്ക് അതിനെ വിധേയമാക്കണം എന്നതിനെ പറ്റി നമുക്ക് ധാരണയുണ്ടോ? ഇല്ല. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നുള്ളത്. അതായത് പാതിയല്ല, ഭാഗികമായിട്ടുള്ള അറിവ് ഒരിക്കലും നമ്മുടെ വളർച്ചയ്ക്ക് ഭൂഷണമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിതറി കിടക്കുന്ന നമ്മുടെ ആ ഒരു അറിവിനെ ഏകീകരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള പഠനം ആവശ്യമാണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക. രണ്ടാമത്തത് വീക്ക് വൊക്കാബുലറി നോളജ്. പദശേഖരം അല്ലെങ്കിൽ പദാവലിയിലുള്ള അറിവിന്റെ കുറവ്. പര്യായ പദങ്ങൾ അറിയില്ല. നമ്മൾ എപ്പോഴും SSCയുടെ എക്സാമുകളിലൊക്കെ പര്യായ പദങ്ങളും വിപരീത പദങ്ങളും അതുപോലെ ശൈലികളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് SSCയുടെ GD എക്സാമിലൊക്കെ ഈ വൊക്കാബുലറി ഭാഗത്ത് നിന്നാണ്, പദശേഖരത്തിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പദശേഖരം മാത്രമാണ് നിങ്ങൾക്ക് കൈമുതലായിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട് ഫോർ യു. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അതൊരു പക്ഷെ ഡിഫിക്കൽട്ടി ആയി മാറിയേക്കാം. കാരണം ബേസിക്സിൽ നിന്ന് ഏറ്റവും മിനിമം, അതിൽ നിന്ന് ഏറ്റവും മാക്സിമത്തിലേക്ക് നമ്മൾ പോകണം. കാരണം നമുക്കറിയാം നിരവധിയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സെറ്റ് ഓഫ് വാക്കുകൾ നമ്മുടെ എക്സാമിലുണ്ട്. ബ്ലാക്ക് ബുക്ക് കേട്ടിട്ടില്ലേ? ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞത് ഇതുവരെ SSC എക്സാമുകളിൽ ഏതൊക്കെ തരത്തിലുള്ള വാക്കുകൾ അല്ലെ ശൈലികൾ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ സമാഹാരമാണ് ഈ ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്ലാക്ക് ബുക്ക് അധികരിച്ചുകൊണ്ടുള്ള ഒരു വൊക്കാബുലറി പഠനം തീർച്ചയായിട്ടും നാം ഓരോരുത്തരും സ്വായത്തമാക്കേണ്ടതുണ്ട്. അതുപോലെ ഈ പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചൊരുപാട് അറിവ് നേടിയെടുത്തിട്ട് മാത്രം കാര്യമില്ല, അത് പ്രയോഗത്തിൽ കൂടി വരുത്തണം. നമ്മൾ നല്ലോണം പഠിച്ചു, ഗ്രാമർ റൂൾസ് ഒക്കെ പഠിച്ചു, നമ്മള് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നേരിടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് അഡ്രസ് ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങളുടെ പാറ്റേണുമായിട്ട് നമുക്കൊരു പരിചയം ഉണ്ടാവുക? SSCയുടെ ചോദ്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില മേഖലകളുണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ, അതുമായിട്ടൊരു പരിചയം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എപ്പോഴും കാണണം. അപ്പൊ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെക്കുക, അതിന്റെ ഗ്രാമർ റൂൾസ് പഠിക്കുക. ഓൾറെഡി റൂൾസും അതുപോലെ വൊക്കാബുലറിയിലും നല്ല അറിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ, വ്യക്തിപരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് നമ്മൾ ചലഞ്ചസ് കണ്ടു. ഇതൊക്കെയാണ് ആദ്യമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ നേരിടാൻ പോകുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. എങ്ങനെ ഈ കുറവുകളെ അല്ലെങ്കിൽ ഈ ചലഞ്ചസിനെ നമുക്ക് മറികടക്കാം, അതാണ് ഇനി അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത്. With the right strategy, English can be the easiest scoring section in SSC exams. കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഇതിൽ പരം എളുപ്പമായ മറ്റൊരു സബ്ജക്റ്റ് ഇല്ല പ്രിയമുള്ളവരെ. ഇതിൽ പരം എളുപ്പമായ മറ്റൊരു സബ്ജക്റ്റ് ഇല്ല. റൈറ്റ് സ്ട്രാറ്റജി, സ്മാർട്ട് വർക്ക് ആണ് നമുക്ക് ആവശ്യം. ഹാർഡ് വർക്ക് നമുക്ക് ആവശ്യമുണ്ടോ? എന്നാ നാളെ നമ്മൾ വിചാരിക്കുകയാണ് ഇംഗ്ലീഷ് പഠിക്കുകയാണ്, എന്നാ പിന്നെ essay എഴുതുന്നതിന്റെ ഒരു ഔട്ട്ലൈൻ, അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കാണാതെ പഠിക്കാം. ഇനി അഥവാ അങ്ങനെ ചോദ്യം വന്നാലോ എന്ന് ചോദിച്ചാൽ അത് പഠിക്കുന്നു.
അല്ലെ മോർഫോളജി പഠിക്കുന്നു, അല്ലെ ഫോണറ്റിക്സ് പഠിക്കുന്നു. ഇതെല്ലാം കയറി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കെല്ലാം പഠിക്കേണ്ട ആവശ്യമുണ്ട്? യാതൊരുവിധ ആവശ്യമില്ല. കാരണം SSCയെ സംബന്ധിച്ച് SSCയുടെ പ്രധാനപ്പെട്ട എക്സാമുകളിൽ ഈ പറഞ്ഞ എസ് എഴുതാനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളോ ഒന്നും തന്നെ വരാറില്ല. അപ്പൊ നമ്മൾ അത് പഠിക്കണോ? വേണ്ട. ഒരുപക്ഷെ ബാങ്കിന്റെ എക്സാം ആണെങ്കിൽ സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ SSCയിൽ അതില്ല. അപ്പൊ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുന്ന രീതിയിലുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇനി വരും നിമിഷങ്ങളിൽ പറയാം കേട്ടോ. അപ്പം കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷനെ നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റുക? 1, 2, 3 ക്വിക്ക് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. വീഡിയോയുടെ അവസാനം കുറച്ചും കൂടി പ്രാക്ടിക്കൽ ടിപ്സ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം, ഫോക്കസ് ഓൺ കോർ ഗ്രാമർ. ഇംഗ്ലീഷിൽ കോർ ഗ്രാമർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഗ്രാമർ. അതായത് അതിനകത്ത് ടെൻസ് ഉൾപ്പെടും, അതുപോലെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഭാഗം ഉൾപ്പെടും. ടെൻസ് തന്നെ 12ഓളം എണ്ണമുണ്ട്. ആ 12 എണ്ണത്തിനും ആക്റ്റീവും പാസീവും കൃത്യമായ സ്ട്രക്ചർ ഉണ്ട്. അത് പ്രകാരമാണ്, ആ സ്ട്രക്ചർ പ്രകാരമാണ് ഓരോ ടെൻസിലെയും സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട നിയമമാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുമ്പോഴോ സംസാരിക്കുമ്പോഴോ ആ ഒരു നിയമം കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ ആ ഒരു സെന്റൻസ് ഒന്നടങ്കം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കോർ ഗ്രാമർ, അതിലെ ചില ടോപ്പിക്സ് ഉണ്ട്. അത് വെള്ളം പോലെ ഏതുറക്കത്തിൽ ആര് നിങ്ങളെ വിളിച്ചു ഉണർത്തി ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ സ്ട്രോങ് ആയിട്ടിരിക്കണം. അതുപോലെ പദാവലി വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം നിങ്ങൾക്കാവുന്നത് പോലെ 5ഓ 10ഓ വാക്കുകൾ പഠിച്ചേ. ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടാകാം, അല്ലെ നിങ്ങൾ ഒരു പക്ഷെ നോവൽ വായിക്കുന്നുണ്ടാകാം. അതിലൊക്കെ പുതിയ വാക്കുകൾ കാണുമ്പോൾ അതങ്ങ് എഴുതിയിടുക. ഞാൻ പറയാണ്, ഇപ്പൊ തന്നെ പറയാണ്, ഒരു സെപ്പറേറ്റ് ബുക്ക് ഗ്രാമറിനും അതുപോലെ മറ്റൊരു സെപ്പറേറ്റ് ബുക്ക് വൊക്കാബുലറിക്കും കീപ്പ് ചെയ്യുക. വൊക്കാബുലറിക്ക് കീപ്പ് ചെയ്യുന്ന ബുക്ക് ഒരുപക്ഷെ ഒരു ചെറിയ നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഡയറിയോ ആയിരിക്കും. അത് എപ്പോഴും കൂടെ കൊണ്ട് നിങ്ങളിപ്പോ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഫ്രീ ടൈം ഒക്കെ ഉള്ള ആളാണെങ്കിൽ ആ ബുക്ക് എടുത്ത് മറിച്ച് നോക്കുക, റീവൈസ് ചെയ്ത് നോക്കുക. ഇന്നലെ പഠിച്ച വാക്കുകൾ ഇന്ന് വീണ്ടും ഉരുവിട്ട് നോക്കുക. പിന്നെ വാക്കുകൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കോണ്ടെക്സ്ച്വലൈസ് ചെയ്ത് പഠിക്കണം, അസോസിയേറ്റ് ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിച്ചില്ല എങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ പഠിച്ച വാക്കുകളൊക്കെ സ്വാഭാവികമായിട്ട് മറന്നുപോകും. എന്താണ് കോണ്ടെക്സ്ച്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാല്? ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക. നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങള്, അല്ലെ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങള്, കുടുംബ സാഹചര്യങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നിത്യജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കുക. അല്ലെ നമ്മൾ സ്വന്തമായിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ വാക്ക് പ്രയോഗിച്ച് നോക്കിയേ. നിങ്ങൾ ഒരിക്കലും അത് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, അത്രയും ആഴത്തിൽ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. അതൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആരെങ്കിലും എടുത്തു കളയാൻ പറ്റുമോ? ഇല്ല. ആ വൊക്കാബുലറി മനസ്സിൽ തങ്ങി നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതുപോലെ റീഡ് റെഗുലർലി ടു ഇംപ്രൂവ് കോംപ്രഹെൻഷൻ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് കോംപ്രഹെൻഷൻ. കാരണം എറർ സ്പോട്ടിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആണെങ്കിൽ അതുപോലുള്ള ചോദ്യങ്ങളിൽ 2 or 3 വരികൾ മാത്രമുള്ള ചോദ്യമാണെങ്കിൽ കോംപ്രഹെൻഷനിൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് ഒരു വലിയ പാസേജ് ആണ്. നമുക്കറിയാം, എന്തും വലുത് കാണുമ്പോൾ അയ്യോ ഇത്രയുണ്ടല്ലോ, ആദ്യം തന്നെ ഒരു ചടപ്പുണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങൾ അത് മര്യാദയ്ക്ക് ചെയ്യുമോ? ഇല്ല. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ചടപ്പ് ഉണ്ടാവുന്നു, എനിക്കത് ചെയ്യാനാകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഇല്ല. അതാണ് കാരണം. നിങ്ങള് തീരെ വ്യായാമം ചെയ്യാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളോട് ഞാനൊരു 100 മീറ്റർ ഓടാൻ ആവശ്യപ്പെടുന്നു. 50 മീറ്റർ ഓടുമ്പോഴേക്ക് എന്ത് ചെയ്യും? കിതയ്ക്കാൻ തുടങ്ങും. പക്ഷെ നേരെ മറിച്ച് എല്ലാ ദിവസവും 100ഉം 200ഉം ഒക്കെ ഓടുന്ന ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു 1500 പെട്ടെന്ന് ഓടാൻ പറഞ്ഞാലും അയാൾ നിഷ്പ്രയാസം അത് ഓടി തീർക്കും. കാരണം ഡെയിലി കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് കോംപ്രഹെൻഷൻ. ഒരു പാസേജ് പോലും കൃത്യമായിട്ട് മുഴുവനായിട്ട് വായിച്ചു നോക്കാത്ത നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കോംപ്രഹെൻഷൻ ചോദ്യം ചെന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അത് അഡ്രസ് ചെയ്യുന്നത്? എപ്രകാരമാണ് നിങ്ങൾ അത് ചെയ്യാൻ പോകുന്നത്? കാരണം നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം?
പത്രം കൃത്യമായിട്ട് വായിക്കുക. പത്രത്തിൽ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടല്ലേ വാർത്തകൾ വരുന്നത്. അത് വായിച്ചു നോക്കുമ്പോൾ എത്രയോ മനോഹരമായി ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ പാറ്റേൺസ്, ഭാഷ ഉപയോഗിക്കുമ്പോഴുള്ള ശൈലി, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെപ്പറ്റി കൃത്യമായ ഒരു അവബോധം വളർത്തിയെടുക്കാൻ പത്രം വായനയും അതുപോലെ ഇംഗ്ലീഷിലുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിക്കുക വഴി നമുക്ക് ആ ഒരു അറിവ് കിട്ടും. അതുപോലെ പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് ഫോർ ആക്യുറസി ആൻഡ് സ്പീഡ്. കൃത്യതയ്ക്കും വേഗതയ്ക്കും വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നിരന്തരമായിട്ട് എടുക്കുക. മോക്ക് ടെസ്റ്റിനെ പറ്റി 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് അവസാനം പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്വിക്കായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭേദപ്പെട്ട റാപ്പിഡ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റും ഗ്രോത്തും ഇംഗ്ലീഷിൽ എല്ലാവർക്കും കാഴ്ചവെക്കാൻ സാധിക്കും. മനസ്സിലാക്കേണ്ട കാര്യം, ഇതാരുടെയും കുത്തകയല്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആരുടെയും കുത്തകയാണോ? അല്ല. ആത്മാർത്ഥമായി പഠിച്ചാൽ ആരുടെ കൂടെയും ഇംഗ്ലീഷ് പോകുന്നേ. അങ്ങനെ ഇന്ന ആൾക്കാരെന്നൊന്നുമില്ല. നിങ്ങൾ താല്പര്യത്തോടെ ഇഷ്ടത്തോടെ എനിക്കിത് പഠിച്ചെടുക്കണം, ഇനിയും എനിക്ക് തല കുമ്പിട്ട് നിൽക്കാൻ സാധിക്കില്ല, പറ്റില്ല, ഞാൻ അതിന് റെഡി അല്ല എന്ന് തീരുമാനിച്ച് പൂർണ്ണ ദൃഢവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് ഭാഷ നിങ്ങളെ തിരിച്ച് ഇഷ്ടപ്പെടാൻ തുടങ്ങും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് പറയാ അറിവിന്റെ ഭാഗമായി എന്നും നിലനിൽക്കും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഏതൊക്കെയാണ് SSCയുടെ പ്രധാനപ്പെട്ട എക്സാംസ്, ഏതൊക്കെ എക്സാംസിന്റെ ഭാഗമായിട്ടാണ് അല്ലെ സിലബസിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് കടന്നു വരുന്നത് എന്ന് ഒന്ന് നോക്കാം. നോക്കൂ, SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. ഡിഗ്രി വിദ്യാഭ്യാസം ഡിഗ്രി പൂർത്തിയാക്കിയവരെ സംബന്ധിച്ച് അതാണ് യോഗ്യത. SSC CHSL അല്ലെങ്കിൽ SSC MTS 10ാം ക്ലാസ് ലെവലിലുള്ള ഒരു പരീക്ഷയാണ്. SSC GD ജനറൽ ഡ്യൂട്ടി എന്ന് പറയും, പാരാമിലിറ്ററി ഫോഴ്സസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. SSC CPO അതുപോലെ SSC സ്റ്റെനോഗ്രാഫർ, അങ്ങനെ ധാരാളം എക്സാംസ് ഉണ്ട്. ഈ എക്സാംസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ വെയിറ്റേജ് ഓരോ എക്സാമിനെ സംബന്ധിച്ചും ഡിഫറെന്റ് ആണ്, അതിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി വെയിറ്റേജ് മാറുന്നുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് ഇസ് എ സ്കോറിംഗ് സെക്ഷൻ. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സ്കോറിംഗ് സെക്ഷൻ തന്നെയാണ്. നമുക്ക് എല്ലാ എക്സാംസിന്റെ പാറ്റേണിനെ പറ്റിയും ഇപ്പം വിശദമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടിയും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന നിലയ്ക്ക് CGLന്റെയും CHSLന്റെയും MTSന്റെയും പാറ്റേണില് സിലബസില് എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഞാൻ ആദ്യം പറയാൻ പോകുന്നത് SSC CGLന്റെയും കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെയും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിന്റെയും പാറ്റേൺ ആണ്. നമുക്കറിയാം 2 വിഭാഗങ്ങളായിട്ടാണ് ഈ CHSLും CGLും നടത്തുന്നത്. ഒന്നാമത്തെ പരീക്ഷയെ Tier 1 എക്സാം എന്നും രണ്ടാമത്തെ പരീക്ഷയെ Tier 2 എക്സാം എന്നാണ് വിളിക്കുക. Tier 1ൽ നോക്കൂ, 100 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം, അങ്ങനെ 200 മാർക്ക്. ഈ 100 ചോദ്യങ്ങളെ നേരിടാൻ നമ്മുടെ കയ്യിലുള്ള സമയം വെറും 60 മിനിറ്റ് അഥവാ 1 മണിക്കൂറാണ്. പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഒന്ന് ജനറൽ അവയർനെസ്, അതുപോലെ ജനറൽ ഇന്റലിജൻസ്, മാത്സ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വിളിക്കും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ, അതാണ് അതിന്റെ പൂർണ്ണരൂപം, നമ്മുടെ പ്രിയപ്പെട്ട വിഷയം. അപ്പൊ ഈ 4 വിഭാഗങ്ങളിൽ നിന്നും തുല്യതയോട് കൂടി 25 ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാകുന്നത്. ഓരോ വിഭാഗത്തിനും 50 മാർക്ക് എന്ന നിലയ്ക്ക്. Tier 1ല് വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം എല്ലാ വിഷയങ്ങളിൽ നിന്നും തുല്യ മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. പക്ഷേ when it comes to Tier 2 there is a slight difference. CGLന്റെ കാര്യമാണ്. CGLന്റെ Tier 2ല് ഏകദേശം ഇംഗ്ലീഷിൽ നിന്ന് കടന്നു വരുന്നത് 45 ചോദ്യങ്ങളാണ്. മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാത്സിൽ നിന്ന് എനിക്ക് തോന്നുന്നു 30 ചോദ്യങ്ങളാണ്, റീസണിംഗിൽ നിന്ന് 30 ആണ്, GK 25 ആണ്, അല്ല 20 ചോദ്യങ്ങളാണ്. അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് 45 questions come from English. നോക്കൂ, ഇംഗ്ലീഷ് എത്രയോ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. Tier 2ൽ ഒരു ചോദ്യത്തിന് 3 മാർക്കാണ്. നോക്കൂ, 45 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ കടന്നു വരുന്നത്. എത്രയോ മാർക്ക്. വെയിറ്റേജ് കൂടുതലുള്ള വിഷയം പലരുടെയും ധാരണ മാത്തമാറ്റിക്സ് ആണെന്നാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെന്നാണ്. അങ്ങനെയല്ല, ഇംഗ്ലീഷിനാണ് പ്രാധാന്യം. ഒരുപക്ഷെ നിങ്ങൾ QAയിലും റീസണിങ്ങിലും ഒക്കെ അത്യാവശ്യം പുറകോട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ
ഓവറോൾ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഇംഗ്ലീഷ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലായില്ലേ? ഇനി CHSL ആണെങ്കിൽ Tier 2 40 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത്. പക്ഷെ നേരെ മറിച്ച് CHSL Tier 2 മാത്സിൽ നിന്ന് 30, അതുപോലെ റീസണിംഗിൽ നിന്ന് 30, GKയിൽ നിന്ന് 25, ഇംഗ്ലീഷിൽ നിന്ന് ഒരു 5 ചോദ്യം കുറവാണ്. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വരുന്നത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നാണ്. നോക്കൂ, ഹയർ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം മോർ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി എന്നാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് മാർക്ക് വാങ്ങാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നും അല്ലെന്നേ, ഇംഗ്ലീഷ് തന്നെയാണ്. ഓക്കെ, ഇതാണ് CGL-നെയും CHSL-നെയും സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്ന മറ്റൊരു എക്സാം ആണ് MTS എക്സാം, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എക്സാം. 10ാം ക്ലാസ് ആണ് അതിന്റെ യോഗ്യത. അതിന്റെ സിലബസിൽ അല്ലെ അതിന്റെ എക്സാം പാറ്റേണിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഗമായിട്ടുള്ളത് എന്നതുകൂടി ഒന്ന് പരിശോധിക്കാം. ഒറ്റ ഒരു എക്സാമേ ഉള്ളൂ. ആ ഒരു എക്സാം എഴുതി നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ, നിങ്ങൾ ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ യു വിൽ ബി പ്ലേസ്ഡ്. ഒറ്റ എക്സാമേ ഉള്ളൂ കേട്ടോ. ആ എക്സാമിന് തന്നെ 2 സെഷൻസ് ഉണ്ട്, സെഷൻ 1ഉം സെഷൻ 2ഉം. സെഷൻ 1ല് 40 ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങൾ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി മാത്സിൽ നിന്നും, റീസണിംഗിൽ നിന്നും വീണ്ടും 20 ചോദ്യങ്ങൾ, അങ്ങനെ 40 ചോദ്യങ്ങളാണ്. 60 മാർക്ക് വീതം 2 വിഭാഗങ്ങളിൽ നിന്നും, അങ്ങനെ 120 മാർക്കാണ്. ഈ സെഷൻ 1നെ സംബന്ധിച്ച് ഇതിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുപോലെ ഇത് ക്വാളിഫൈയിങ് നേച്ചർ ഉള്ള ഒരു സെഷനാണ്. ഇതിലൊരു 30%, 20% മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെഷൻ 2 എഴുതാൻ യോഗ്യനാണ്. നിങ്ങൾ സെഷൻ 1ൽ ഇന്നൊരു മാർക്ക്, ഇത്ര ശതമാനം മാർക്ക് വാങ്ങിയെന്ന് മാത്രമേ ഇവര് നോക്കത്തുള്ളൂ. നിങ്ങൾ മാത്സിലും റീസണിംഗിലും മുഴുവൻ മാർക്ക് വാങ്ങിയോ അല്ലെ 100% മാർക്ക് വാങ്ങിയാൽ കൂടിയും നിങ്ങൾ സെഷൻ 2ൽ, അതായത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും പാർട്ടായിട്ടുള്ള സെഷൻ 2ൽ നിങ്ങൾ മാർക്ക് വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ സെഷൻ 1ൽ മാർക്ക് വാങ്ങിയോണ്ട് യാതൊരുവിധ കാര്യമില്ല. നിങ്ങൾ 100 മാർക്ക് വാങ്ങിക്കോട്ടെ അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് വാങ്ങിക്കോട്ടെ, യാതൊരുവിധ പ്രയോജനമില്ല. കാരണം സെഷൻ വന്നത് കേവലം ക്വാളിഫൈയിങ് മാത്രമാണ്. 30% മാർക്ക് മാത്രം വാങ്ങിയാൽ മതി. അത് വാങ്ങിയാല് നിങ്ങളുടെ സെഷൻ 2ലുള്ള മാർക്ക് കൂടി പരിഗണിക്കും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് സെഷൻ 2 ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാ? ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ചോദ്യങ്ങൾ, ഓരോ വിഭാഗത്തിൽ നിന്നും 75 മാർക്ക് ഉണ്ട്. അങ്ങനെ 150ഓളം മാർക്കാണ് സെഷൻ 2ൽ. ആ 150 മാർക്കിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം നിർണയിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. നോക്കൂ, ഇംഗ്ലീഷ് എത്രയോ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് GK-ലും കൂടി നിങ്ങൾ GK-ൽ കുറച്ചും കൂടി വെൽ വേഴ്സ്ഡ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഒരു ജോലി സാധ്യത നിങ്ങളുടെ മുമ്പിൽ തുറന്ന് നിൽക്കുന്നുണ്ട് അല്ലേ? നോക്കൂ, ഇംഗ്ലീഷ് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാംസിൽ ഇംഗ്ലീഷ് ഭാഗമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് SSC എക്സാമുകളിൽ ഇംഗ്ലീഷിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ പ്രധാനമായിട്ടും 2 വിഭാഗങ്ങളിൽ നിന്നാണ്. ഒന്ന് ഗ്രാമർ വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, രണ്ടാമത്തത് വൊക്കാബുലറി എന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. ഇങ്ങനെ 2 വിഭാഗമാണ്. ഗ്രാമർ വിഭാഗത്തിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ്, ഇവയെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ വൊക്കാബുലറി അഥവാ പദശേഖരത്തിൽ നിന്നുള്ള ചോദ്യങ്ങള്, അതിൽ എതിർപദങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ഒരു വേർഡ് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ എതിർപദം ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പര്യായ പദം ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് ഒരു വൊക്കാബുലറി ഒരു വേർഡ് തന്നിട്ട് അതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കും. ഇനി അതുമല്ലെങ്കിൽ ഇഡിയംസ് നമുക്കറിയാം ശൈലികളാണ് അല്ലെ? ശൈലികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. ഒരു ശൈലി തരും, ഒരു സെന്റൻസിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടോ നിങ്ങൾക്ക് ഒരു ശൈലി തരും. ആ ശൈലിയുടെ മീനിങ് 4 ഓപ്ഷൻസും തരും. ഓപ്ഷൻസ് ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ല കേട്ടോ, നമുക്ക് പേടിക്കൊന്നും വേണ്ട. അപ്പം ഒരു ശൈലി കിട്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ മീനിങ് അറിയില്ല എങ്കിൽ കൂടിയും ആ ഓപ്ഷൻസ് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ മീനിങ്ങിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ആ 4 ഓപ്ഷനിൽ നിന്ന് ഏറ്റവും
കറക്റ്റ് ആയിട്ടുള്ള മീനിങ്ങിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഈ രണ്ട് ടൈപ്സ് ഓഫ് ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ഇംഗ്ലീഷിനോടനുബന്ധിച്ച് ചോദിക്കപ്പെടുക. ഓക്കെ, ഇനി ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ എങ്ങനെയൊക്കെ നേരിടാം, ഗ്രാമറിൽ നിന്ന് കടന്നു വരുന്ന ചോദ്യങ്ങളെ നേരിടാൻ ഏതൊക്കെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പാർട്സ് ഓഫ് സ്പീച്ചിൽ കൃത്യമായ അറിവുണ്ടായിരിക്കണം. എന്താ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്? ഇംഗ്ലീഷിന്റെ തറ എന്ന് പറയും, ഫൗണ്ടേഷൻ. ഇംഗ്ലീഷ് കൃത്യമായിട്ട് സംസാരിക്കണമെങ്കിലും എഴുതണമെങ്കിലും ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഒരുപാട് റൂൾസ് ഇതിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ട്, അത് പഠിക്കണം കേട്ടോ. എന്താണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ? അതിൽ ആരൊക്കെയാ ഭാഗമായിട്ടുള്ളത് നമുക്ക് നോക്കാം. 8ഓളം ആൾക്കാരുണ്ട്, ഞാൻ ഇവിടെ എഴുതാം. ഒന്നാമത്തത് നൗൺസ്, പ്രോനൗൺസ്, adjectives, verbs, അതുപോലെ adverbs, prepositions, conjunctions, interjections. എത്ര എണ്ണമായി? 1 2 3 4 5 6 7 8. ഈ 8ഓളം ആൾക്കാരെയാണ് ഇംഗ്ലീഷില് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതാണ് ഇംഗ്ലീഷിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അടിത്തറ സ്ട്രോങ് ആയാൽ മാത്രമേ അതിന് മുകളിൽ കെട്ടിപ്പടുക്കുന്ന ബിൽഡിങ്ങും അല്ലെങ്കിൽ അതിന് മുകളിൽ അടുക്കി വെക്കുന്ന കട്ടകൾക്കും ബലം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ ക്ലാരിറ്റി കുറവിരിക്കുന്നത്. പലപ്പോഴും ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ തെറ്റിപ്പോകുന്നത്, ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും തെറ്റായി പോകുന്നത് ഈ അടിത്തറ ബലമില്ലാത്തത് കൊണ്ടാണ്. പാർട്സ് ഓഫ് സ്പീച്ച് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ്. നൗൺസ് എന്ന് പറഞ്ഞ നാമങ്ങൾ, പ്രോനൗൺസ് എന്ന് പറഞ്ഞ നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമങ്ങൾ എന്ന് പറയും. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ അഥവാ നാമവിശേഷണങ്ങളാണ്. വേർബ്സ് ക്രിയകൾ, അതിൽ തന്നെ മെയിൻ വേർബ്സ് ഉണ്ട്, സഹായക ക്രിയകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആഡ്വേർബ്സ് ക്രിയകളെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ അഥവാ ക്രിയാവിശേഷണങ്ങൾ എന്നറിയപ്പെടും. പ്രിപ്പോസിഷൻസ് നമ്മൾ അറ്റ്, ഓൺ, ഇൻ, വിത്ത്, ഫ്രം അങ്ങനെയുള്ള വാക്കുകളില്ല, ആഫ്റ്റർ, ബിഫോർ, ഈ വാക്കുകളെയാണ്, ഈ കുഞ്ഞു കുഞ്ഞു വാക്കുകളെയാണ് ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻസ് എന്ന് പറയാം. അത് ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി ഉപയോഗിക്കാൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കൊളോക്കേഷൻസ് ഉണ്ട്, ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. കൺജങ്ഷൻസ്, സെന്റൻസുകളെ ക്ലോസുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ആൻഡ്, ബട്ട്, ഓർ എന്നൊക്കെ തുടങ്ങിയ കൺജങ്ഷൻസ് അല്ലെ, അതിന്റെ ഉപയോഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇന്റർജെക്ഷൻസ് അത്ര വലിയ പ്രാധാന്യം ഇല്ല എങ്കിൽ കൂടിയും GD എക്സാം പോലുള്ള എക്സാമുകളിൽ ഇന്റർജെക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആശ്ചര്യം അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷൻസിന്റെ അതിപ്രസരം മൂലം ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ, ഹുറേ, അലാസ്, ഓ മൈ ഗോഡ്, ഇതുപോലുള്ള വാക്കുകളില്ലേ, ആ വാക്കുകളെയാണ് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അല്ല, എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ശ്രദ്ധ കൃത്യമായിട്ട് അതിൽ പതിയണം. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടെൻസസ്. നിങ്ങൾ ഒരു കാര്യം എപ്പോ നടന്നു എന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക? ഒരു കാര്യം അത് ഭാവിയിലാണോ, ഭൂതകാലത്താണോ, വർത്തമാനകാലത്താണോ നടന്നതെന്ന് കൃത്യമായിട്ട് പറയണ്ടേ? അപ്പൊ പറയുമ്പോഴും എഴുതുമ്പോഴും ഈ ടെൻസ് കൃത്യമാണോ നോക്കണം. അതിന് 12 ടെൻസുകളും അതിനോടനുബന്ധിച്ച് അതിന്റെ സ്ട്രക്ചറും കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, ഒരു സെന്റൻസിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് സബ്ജക്റ്റും വെർബും. ഇവ തമ്മിൽ ഒരു ഐക്യമില്ലെങ്കിൽ the entire sentence will be incorrect. അപ്പൊ ആ ഒരു ഐക്യം, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അഥവാ മറ്റൊരു വാക്കിൽ കോൺകോർഡ് എന്ന് പറയും, ആ നിയമം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വരും ക്ലാസ്സുകളിൽ എന്താണെന്നൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ, ഡോണ്ട് വറി. ആർട്ടിക്കിൾസ്, 3 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾസ് എവിടെയൊക്കെ എപ്പോഴൊക്കെ വെക്കണം, എന്താണ് അതിന്റെ നിബന്ധന, റിക്വയർമെന്റ് എന്ന് കൃത്യമായിട്ട് അറിയണം. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ പരദൂഷണം പറയാ. ഒരാൾ പറഞ്ഞൊരു കാര്യം അത് കേട്ടിട്ട് മൂന്നാമത് ഒരാളോട് പറയുന്നതിനെയാണ്
ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് നമ്മൾ പറയും. ചിലർക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, പകരം റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അത് എന്താണ് കോൺസെപ്റ്റ് എന്ന് കൃത്യമായിട്ട് കത്തും. ഓക്കെ, ഇഫ് ക്ലോസസ് അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെയാകുമായിരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതിനൊക്കെയാണ് ഇഫ് ക്ലോസസ് എന്ന് പറയാ. അതിന് കൃത്യമായിട്ടുള്ള ടൈപ്പുകളുണ്ട്, 4ഓളം ടൈപ്പുകളുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇൻവേർഷൻ നേരായിട്ട് എഴുതുന്ന സബ്ജക്റ്റ് വെർബ് എന്ന ഓർഡറിലാണല്ലോ, നേരായിട്ടാണല്ലോ സെന്റൻസ് എഴുതുന്നത്. ആ സെന്റൻസിനെ നേരെ തലതിരിച്ച് എഴുതുന്ന പരിപാടിനെയാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇൻവേർഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുത്തിലും സംസാരത്തിലും ഒക്കെ ചോദ്യം ഉണ്ടാക്കാനൊക്കെ ഇൻവേർഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ നടപടികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, നേരായി പറയുന്നതും ആ സെയിം കാര്യത്തെ തലതിരിച്ച് പറയുന്നതും. ഞാനൊരു പാമ്പിനെ കൊന്നു, ഒരു പാമ്പ് ഞാനാൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെയാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയാ. അത് ഉണ്ടാക്കുന്നതിന് കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, ഓരോ ടെൻസിനനുസരിച്ചും അത് മാറും. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് ടെൻസ് പഠിച്ചിരിക്കുക. ടെൻസ് പഠിച്ചാലേ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ചെയ്താൽ മാത്രമേ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ടെൻസസ് ആണ്, പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അപ്പൊ പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയാസും അതാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി വൊക്കാബുലറിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ നേരിടാം? അതിനാദ്യം വാക്കുകളുടെ പര്യായ പദങ്ങളും വിപരീത പദങ്ങളും പഠിക്കണം. ഒരു വാക്ക് പഠിച്ചു പോരാ, അതുമായിട്ട് ബന്ധപ്പെടുത്തി എത്രയേറെ വാക്കുകൾ അതിന്റെ പര്യായമായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക എതിർപദമൊക്കെ ആയിട്ട് പഠിക്കാൻ പറ്റുമോ അത്രയേറെ വാക്കുകൾ പഠിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ബുക്ക്, ഇതുവരെ ചോദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വാക്കുകളുടെയും സമാഹാരമാണ് ആ ബുക്കിലുള്ളത്. ആ ബുക്ക് വായിച്ച് പഠിക്കുക. ഒരു സ്വന്തമായിട്ട് ഒരു കോപ്പി വാങ്ങിക്കുക. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് പൈസ മുടക്കുന്നുണ്ട്. നമ്മൾ ചായ കുടിക്കാനും മറ്റേ പുറത്തു പോയി മന്തി കഴിക്കാനും ഒക്കെ എത്രയോ പൈസ. അതിന്റെ ഒരു 4/1 മതികളിലോ അത്തരത്തിലുള്ള ബുക്കുകൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ബുക്കുകൾ സ്വന്തമായിട്ട് തന്നെ വാങ്ങുക. സ്വന്തമായിട്ട് വാങ്ങുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് അനോട്ടേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആരോടെങ്കിലും സമാധാനം പറയണോ? വേണ്ട. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്നൊരു വിഭാഗമുണ്ട്. ഒറ്റ വാക്കിൽ ചുരുക്കുക. നമുക്ക് വലിയൊരു സെന്റൻസ് വരും, ആ സെന്റൻസിന് ഒറ്റ വാക്കിൽ ചുരുക്കുക. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പൊ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ചില പ്രത്യേക മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ഉണ്ട്. നമ്മളതിന് എന്താ പറയാ, പ്രൊഫഷണൽ ടേംസ് എന്നാണ് പറയാ ഇംഗ്ലീഷില്. ചിലപ്പം മെഡിക്കൽ ടേംസ് ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള ഡോക്ടർമാരുടെ വകുപ്പുകൾ. അതേപോലെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ കലയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഓരോ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചില ടെക്നിക്കൽ ജാർഗൺ എന്നാണ് പറയാ ഇംഗ്ലീഷില്. ടെക്നിക്കൽ ടേംസ് ഉണ്ട്, അത് പഠിച്ചു നോക്കണം. ഇപ്പൊ കണ്ണ് നോക്കുന്ന അല്ലെ നേത്രരോഗ വിദഗ്ധനെ ഒഫ്താൽമോളജിസ്റ്റ് എന്നും ത്വക്ക് രോഗ വിദഗ്ധനെ ഡെർമറ്റോളജിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഇസ്റ്റ് എന്നൊക്കെ വരുന്ന ഒരുപാട് പദങ്ങളുണ്ട്. അതൊക്കെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ആവർത്തിച്ച് ചോദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി പഠിക്കുക. അതേപോലെ ശൈലികള് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് കാര്യങ്ങൾ വെച്ച് എന്താണ് പറയുക, നമുക്കത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കും, റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇഡിയംസ് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ a strong grasp of both grammar and vocabulary is essential for scoring high in SSC exams. ഈ ഗ്രാമർ പാർട്ടും വൊക്കാബുലറി പാർട്ടും കൃത്യമായിട്ട് മിക്സ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് that is what going to save you in the exam. അതാണ് നിങ്ങളെ സേവ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നമുക്ക് നേരിടേണ്ടതായിട്ടുള്ളത് എന്നുകൂടി ഒന്ന് പരിശോധിച്ചു പോകാം കേട്ടോ. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ് നോക്കൂ. എറർ സ്പോട്ടിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഫ്രേസ് റീപ്ലേസ്മെന്റ്, റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാറ്റി വെക്കുക എന്നാണ് അല്ലെ. ക്ലോസ് ടെസ്റ്റ്, സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, ഫ്രേസ് ആൻഡ് ഇഡിയംസ് മീനിങ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഒരു സ്പെല്ലിംഗ് എന്നിട്ടുള്ള ഒരു വാക്കായിരിക്കാം എന്നത് നമ്മുടെ എന്താണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. തെറ്റായിട്ട് തന്ന വാക്കിനെ എങ്ങനെ ഏത് വാക്ക് ഉപയോഗിച്ച്, ചിലപ്പോൾ 4 വാക്കുകൾ ശരിയായിട്ട് കൊടുത്തിട്ടില്ല, ചിലപ്പോൾ 1 മാത്രം ശരിയായിട്ട് കൊടുത്തിട്ടുണ്ടാകാം, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ ദൗത്യം. അല്ലെങ്കിൽ ഒരു വലിയ സെന്റൻസ് തന്നിട്ട്
ഇതിൽ ഏത് വാക്കിലാണ് തെറ്റ് കൊടുത്തിരിക്കുന്നതെന്നും ചോദിക്കാം. അങ്ങനെയും ചോദിക്കാം. റീഡിംഗ് കോംപ്രഹെൻഷൻ, ഒരു പാസേജ് തരും, ആ പാസേജ് വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ തരും. ആ ചോദ്യങ്ങൾ ഓപ്ഷൻസിന്റെ സഹായത്തോടു കൂടി അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടതാണ്. പാരാ ജംബിൾസ് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യ പാറ്റേൺ ആണ്. ഒരു ഇൻസിഡന്റിന്റെയോ ഒരു ആർട്ടിക്കിളിന്റെയോ ഭാഗങ്ങൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഷഫിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഷഫിൾ ചെയ്ത ഭാഗത്തെ ശരിയാക്കി വരത്തക്ക രീതിയിലുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതണം. ABCD എന്നിങ്ങനെ 3 സെന്റൻസ് അല്ലെങ്കിൽ 4 സെന്റൻസ് തരും. ഷഫിൾഡ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ ഒരു ലോജിക്കൽ ഓർഡർ വരത്തക്ക രീതിയിൽ ഏത് ഓപ്ഷൻ ABCD ആയിരിക്കാം, അല്ലെങ്കിൽ DBCD ആയിരിക്കാം, ACBD ആയിരിക്കാം, അങ്ങനെ ഏതാണോ അത് തിരഞ്ഞെടുത്തെഴുതുന്നത്. അതാണ് പാരാജംബിൾസ് എന്നത്. ഇനി ഓരോ ചോദ്യ ടൈപ്പിനും ഓരോ എക്സാമ്പിൾ എന്ന നിലയ്ക്ക് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? നമുക്കൊരു പരിചയം വേണ്ടേ? ഓക്കെ, ഒന്നാമത്തത് നമുക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു ചോദ്യത്തിന്റെ ടൈപ്പാണ് കേട്ടോ. എറർ സ്പോട്ടിംഗ്, തെറ്റ് കണ്ടെത്തുക. ഒരാളുടെ ഒരു 10 പോസിറ്റീവ് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തെറ്റ് ചൊല്ലിക്കുമായിരിക്കും. എന്നാൽ അയാളുടെ ഒരു 100 കുറ്റം പറഞ്ഞാൽ എന്താ പറയാലോ എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ഭൂരിഭാഗം പേരും, അല്ലെ? മനുഷ്യന്റെ ഒരു സ്വാഭാവിക നേച്ചർ അതാണ്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ചോദ്യം നമുക്ക് നോക്കാം. നോക്കൂ, ഈ സ്ക്രീനിൽ ഞാൻ സ്ക്രീൻ ചെറുതാക്കാം, കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്രീനിൽ ഒരു സെന്റൻസിനെ 4 ആയിട്ട് സ്ലാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏത് ഭാഗത്താണ് തെറ്റൊളിഞ്ഞിട്ട് കിടക്കുന്നത് അത് മാത്രം കണ്ടെത്തിയാൽ മതി. എന്തിനവിടെ എങ്ങനെ ആ തെറ്റ് വന്നു, എങ്ങനെ അതിനെ ശരിയാക്കാം എന്നൊന്നും നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. തെറ്റേത് ഭാഗത്താണോ ആ ഭാഗത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ മാത്രം തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. നോക്കി, The students was waiting for their teacher at the bus stop. കുട്ടികൾ അവരുടെ ടീച്ചറിന് വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു എറർ സ്പോട്ടിംഗ് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അതിന്റെ ടെൻസ് നോക്കണം. അതിന് ഈ 12 ടെൻസിന്റെ സ്ട്രക്ചർ അറിയണം. കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ പ്രകാരമാണോ ഇത് കൊടുത്തിരിക്കുന്നത്? ഇവിടെ നോക്കുകയാണെങ്കിൽ അത് ING ഫോം ആയതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് മനസ്സിലായി. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ING ആണ്. ഇവിടെ സബ്ജക്റ്റ് സ്റ്റുഡൻസ് ആണ്, വാസ് ഉണ്ട്, ING ഉണ്ട്. അപ്പൊ ടെൻസ് കറക്റ്റ് ആണ്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റും വെർബും ഒത്തൊരുമയിലാണോ എന്ന കോൺസെപ്റ്റ് ശരിയായിട്ട് നടക്കുന്നുണ്ടോ നോക്കുക. അത് ശരിയായിട്ടാണെങ്കിൽ ഓക്കെ, അത് നോക്കുക. പിന്നെ അവിടെ ആർട്ടിക്കിൾസിന്റെ ഏതെങ്കിലും ഭാഗത്ത് ആർട്ടിക്കിൾസ് ശരിയായിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആദ്യമേ നമ്മൾ ശ്രദ്ധ പതിയേണ്ടത്. ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധ പതിയണം. ഇതൊക്കെ പക്ക ആണെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങളെ പറ്റി ചിന്തിച്ചാൽ മതി. മിക്കവാറും ഈ ഒരു ഭാഗത്ത് തന്നെയായിരിക്കും എറർ ഉണ്ടായിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ ടെൻസ് കറക്റ്റ് ആണ്. രണ്ടാമത് നോക്കേണ്ടത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്. ഇവിടെ സബ്ജക്റ്റ് പ്ലൂരൽ ആണ്, പക്ഷെ ഇവിടെ വെർബ് സിംഗുലർ ആണ്. അങ്ങനെ ഒരിക്കലും വരില്ല. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പ്രകാരം പ്ലൂരൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂരൽ വെർബ്. വാസ് പ്ലൂരൽ ആണ്, വാസ് സിംഗുലർ ആണ്, അതിന്റെ പ്ലൂരൽ ആരാ? വേറാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ വാസ് അല്ല വരേണ്ടത്. സ്റ്റുഡൻസ് എന്ന പ്ലൂരൽ നാമത്തോട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് പ്ലൂരൽ ആയിട്ടുള്ള വേറാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ എന്താണ് വേണ്ടത്? വേർ. അപ്പം ഇവിടെ ഏത് ഭാഗത്താണ് തെറ്റ്? ഓപ്ഷൻ എയിലല്ല, ഓപ്ഷൻ ബിയിലാണ് തെറ്റൊളിഞ്ഞു കിടക്കുന്നത്. ശരിയാക്കാൻ പോകുന്നു വേണ്ട കേട്ടോ, തെറ്റെവിടെയാന്ന് മാത്രം പറഞ്ഞാൽ മതി. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, കളം നിറയ്ക്കുക. ചെറിയ ക്ലാസ്സിലൊക്കെ വളരെ ആസ്വാദികരമായിട്ട് നമ്മൾ ചെയ്തൊരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് അല്ലെ. ഒരു സെന്റൻസ് വരും, ആ സെന്റൻസിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ബ്ലാങ്ക് ആയിരിക്കും. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് 4 ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ട് ആ ബ്ലാങ്ക്, ആ ഒരു ഇട അങ്ങ് നികത്തുക. She is very good dash mathematics. എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഗണിത ശാസ്ത്രത്തിൽ അവൾ അഗ്രഗണ്യാണ്. നമ്മൾ ഒരു കാര്യത്തിൽ സമർത്ഥയാണെന്ന് കാണിക്കാൻ ഗുഡിന്റെ കൂടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് അറ്റ് ആണ്. അത് പ്രകാരം ഏത് വരും? She is good at
മാത്തമാറ്റിക്സ്. ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞാലോ ഫുട്ബോൾ കളിക്കുന്നതിൽ ഞാൻ ഭയങ്കര സമർത്ഥന, ഞാൻ ഭയങ്കര സ്കിൽഡ് ആണെന്ന് അർത്ഥം വരും. ഓക്കെ, അപ്പൊ ഗുഡിന്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെക്ക് ചെയ്യുമ്പോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോ ആദ്യം നമുക്ക് എന്തിൽ അറിവുണ്ടായിരിക്കണം? പ്രിപ്പോസിഷൻസ്. ഈ പറഞ്ഞ ഇന്ന, ഓണറ്റ് പോലുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകളില്ലേ, ആ വാക്കുകളെ പ്രിപ്പോസിഷൻസ് എന്നാണ് വിളിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. അതുപോലെ ചില കൊളോക്കേഷൻസ് ഉണ്ട്. കൊളോക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതുപോലെ ഗുഡിന്റെ കൂടെ എപ്പോഴും അറ്റ് വരുന്നത് പോലെ, അഫ്രൈഡിന്റെ കൂടെ എപ്പോഴും ഓഫ് വരുന്നത് പോലെ ചില പ്രത്യേക വാക്കുകളുടെ കൂടെ ചില പ്രത്യേക പ്രിപ്പോസിഷൻസ് മാത്രമേ വരികയുള്ളൂ. അതിനെ പ്രിപ്പോസിഷണൽ കൊളോക്കേഷൻസ് അഥവാ ഫിക്സഡ് പ്രിപ്പോസിഷൻസ് എന്നാണ്. ഫിക്സഡ് പ്രിപ്പോസിഷൻ എന്ന ഒരു വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ ഉടനെ തന്നെ അതിന്റെ ഒരു ലിസ്റ്റ്, അതിന്റെ ഒരു കോമ്പിനേഷൻസിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അത് കാണാതെ പഠിച്ചാൽ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അതുപോലെ കോമൺ വേർഡ് പെയറിങ്സ് ഉണ്ടല്ലോ. ഒരു ഉദാഹരണം ഒരിക്കൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട്. They discussed about the project. ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഒരു പ്രോജക്റ്റിനെ പറ്റി അവർ ചർച്ച ചെയ്തു എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഡിസ്കസ് എന്ന വാക്കിന്റെ കൂടെ ഒരു കോമൺ വേർഡ് പെയറിംഗ് ആയിട്ട് about ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഡിസ്കസ് എന്ന വാക്കിന് ശേഷം about ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ പറ്റി ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ് അർത്ഥം. പിന്നെ അതിന്റെ കൂടെ വീണ്ടും ഒരു about എന്ന പ്രിപ്പോസിഷൻ ചേർക്കേണ്ട. അതൊരു കോമൺലി എന്താണ് പറയുക, വേർഡ് പെയറിങ്സ് ആണ്. അതായത് എന്താ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന, റോങ് ആയിട്ടുള്ള ഒരു വേർഡ് പെയറിംഗ് ആണ്. അതുപോലെ കോമൺ ആയിട്ട് ശരിയായിട്ട് ഉപയോഗിക്കുന്ന വേർഡ് പെയറിങ്സും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വേർഡ് പെയറിങ്സും ഒരുപോലെ പഠിച്ചു വെക്കുക കേട്ടോ. ചിലതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ടാകും. ടു അൺലേൺ എന്നാണ് പറയാ അല്ലെ. പഠിക്കുക എന്ന് പറഞ്ഞാൽ ലേൺ എന്ന് പറഞ്ഞാൽ ടു അൺലേൺ എന്നും കൂടിയാണ് അർത്ഥം. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൂടി മാറ്റി പഠിക്കേണ്ടതായിട്ട് വരും എന്ന് ആലോചിക്കുക കേട്ടോ. അടുത്തത് ഫ്രേസ് റീപ്ലേസ്മെന്റ് ആണ്. ഒരു സെന്റൻസ് വരും, അതിന്റെ ഏതെങ്കിലും ഒരു ഫ്രേസ്, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫ്രേസ് അണ്ടർലൈൻഡ് ആയിട്ട് കാണപ്പെടും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ഓപ്ഷൻ ആണോ നല്ലത്, ഏത് ഓപ്ഷൻ ആണോ ചേരുന്നത്, ആ ഓപ്ഷൻ വെച്ച് അണ്ടർലൈൻഡ് സെഗ്മെന്റിനെ റീപ്ലേസ് ചെയ്യുക. അതാണ് ഫ്രേസ് റീപ്ലേസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാരീഡ് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസ് അത് തെറ്റാണ്. മാരീഡ് ഓൺ എന്ന് ഒരിക്കലും പറയില്ല. അത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പ്രകാരം അത് തെറ്റാണ്. ഏത് ഓപ്ഷൻ വെച്ച് നമുക്കത് ശരിയാക്കാൻ പറ്റും? മാരീഡ് വിത്ത് ആണോ, മാരീഡ് ടു ആണോ, മാരീഡ് ബൈ ആണോ, മാരീഡ് ഫോർ ആണോ? അതാണ് ഫ്രേസ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം മാരീഡ് ടു എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, എപ്പോഴും ഒരാളുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാരീഡ് ടു എന്ന് തന്നെയാണ് പറയാറ്. ഓക്കെ, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. അതുപോലെ ഒരാളുമായിട്ട് ഞാൻ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, ഞാൻ അവളുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് എങ്ങനെ പറയാ? ഐ ആം മാരീഡ് ടു ഹർ. ഞാൻ അവളുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവിടെ മാരീഡ് ടു ആണ് എപ്പോഴും ഉപയോഗിക്കുക. കുറച്ചും കൂടി വ്യക്തതയോടെ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഈസ്, ആം, വാസ്, വേറെ, ആറ് എന്നീ പറഞ്ഞ വെർബുകൾക്ക് ശേഷം മാരീഡ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ടു ആണ്. ഇവിടെ കണ്ടോ, ഈസിന് ശേഷം മാരീഡ് വന്നു. ശേഷം ഏതാണ് ഉപയോഗിക്കേണ്ടത്? ടു അല്ല, ടു ആണ്. ഓൺ അല്ല, ടു ആണെന്ന് മനസ്സിലാക്കുക. ഈ ഫ്രേസ് റീപ്ലേസ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ പ്രിപ്പോസിഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രേസൽ വേർബ്സ്, ചില വാക്കുകൾ ഫ്രേസൽ വേർബ്സ് എന്ന് പറയാറുണ്ട്. അതിന്റെയും ലിസ്റ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ ദിശ അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചാനലിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ അംഗമായിട്ടുണ്ടാകാം. അംഗമായിട്ടില്ലാത്തവര് അത് ഈ കമന്റ് ബോക്സിലൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടാവും അതിന്റെ ലിങ്ക്. മുൻപുള്ള വീഡിയോസിന്റെ ഒക്കെ കമന്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. ആ ലിങ്ക് വഴി കയറുക. അതിലൊക്കെ അതിന്റെ ഒരു PDF ഒക്കെ നമ്മൾ ലഭ്യമാക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തത് ക്ലോസ് ടെസ്റ്റ്. വളരെ രസകരമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാസേജ് വരും.
ആ പാസേജിന്റെ പല ഇടങ്ങളിലും ഏതാണ്ട് 5 ഇടങ്ങളിൽ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കും. നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലാങ്കിനും, ഇവിടെ ഞാൻ എന്താണ് പറയാ, എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 എണ്ണം മാത്രമേ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തുള്ളൂ. എന്നാൽ ഈ ആക്ച്വൽ എക്സാമിന് ഒരു 5ഓളം സ്ഥലങ്ങളിൽ വലിയൊരു പാരഗ്രാഫിൽ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കും കേട്ടോ. അവിടെ കൃത്യതയുള്ള വാക്കുകൾ വെച്ച് പൂരിപ്പിക്കുക. ഇവിടെ നോക്കി, ജോൺ wakes up early morning, രാവിലെ ജോൺ എണീക്കാറുണ്ട്, and dash to the park for a walk, പാർക്കിലേക്ക് പോകാറുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടും ജോൺ ഒരു സിംഗുലർ നൗൺ ആയതുകൊണ്ടും സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒരു സിംഗുലർ ആണ് വന്നതുകൊണ്ട് വെർബ് പ്ലൂരൽ ഉപയോഗിക്കണം. അപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടുകൂടി ഗോസ് ആണ് ഇവിടെ വരിക. ഒന്നാമത്തെ ബ്ലാങ്കിൽ എന്താണ് വരിക? ഗോസ് ആണെന്ന് മനസ്സിലാക്കി. ഗോസ് ടു ദ പാർക്ക് ഫോർ എ വാക്ക്, ഒരു നടത്തത്തിന് വേണ്ടി പോകുന്നു. He enjoys the fresh air and dash to birds chirping, പക്ഷികളുടെ ആ ഒരു കരകരപ്പില്ലേ, ഒരു കിളിനാദം. കരകരപ്പ് എന്ന് പറയുന്നതിനെക്കാളും നല്ലത് ചിലപ്പാണ്. പക്ഷികളുടെ ചിലപ്പിനെയാണ് ചിർപ്പിംഗ് എന്ന് പറയുന്നത്. അവൻ അത് ആസ്വദിക്കാറുണ്ട്, അതുപോലെ തന്നെ അത് ശ്രവിക്കാറുണ്ട്. ലിസൺസ്, ഏത് വരും? ലിസൺസ് ആണ്. ഇവിടെ എന്ത് വരും? ലിസൺസ്. കാരണം ജോൺ തന്നെയാണ് ആ പ്രവൃത്തി ചെയ്യുന്നതും നിരന്തരം ആ പ്രവൃത്തി ചെയ്യാറുണ്ട് താനും, അതുകൊണ്ട് ലിസൺസ് തന്നെ ഉപയോഗിക്കണം. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പരിഗണിക്കാം കേട്ടോ. അതെന്തുകൊണ്ടാണ് ആ വിഷയങ്ങൾ പരിഗണിക്കാം. ആഫ്റ്റർ ഹിസ് വാക്ക്, നടത്തതിന് ശേഷം, he dash a healthy breakfast before starting his day, അവൻ എന്ത് തിന്നാറുണ്ട്? ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണം അവൻ കഴിക്കാറുണ്ട്. പ്രഭാത ഭക്ഷണം എന്താണ്? ഈറ്റ്സ് ആണ്. എന്ത് വരും? ഈറ്റ്സ് എന്ന് വരും കേട്ടോ. ഈറ്റ്സ്. ഓക്കെ, ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത് സബ്ജക്ട് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് വെർബ് എപ്പോഴും എസ് ചേർന്നിരിക്കണം. അതുകൊണ്ട് മാത്രവുമല്ല, ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് സിമ്പിൾ പ്രസന്റിലാണ് പറയാ. സബ്ജക്ട് പ്ലസ് V1 എന്നാണ് സിമ്പിൾ പ്രസന്റിന്റെ ലക്ഷണം. V1 അത് സിംഗുലർ സബ്ജക്റ്റിനോട് ചേരേണ്ടത് കൊണ്ട് വെർബ് എസ് എടുത്തു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, സിനോണിംസ് ആൻഡ് ആന്റണിംസ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്വിഫ്റ്റ് എന്ന വാക്കിന്റെ സിനോണിം, ക്ലോസസ്റ്റ് ഇൻ മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സ്വിഫ്റ്റ് എന്ന വാക്കിന്റെ ഏതാണ് അടുത്തുള്ള മീനിങ് അഥവാ സിനോണിം, പര്യായ പദം ഏതാണ്? തീർച്ചയായിട്ടും ക്വിക്ക് ആണ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ചടുലതയോടെ, ദ്രുതഗതിയിൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുമായിട്ട് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ക്വിക്ക് ആണ് അല്ലെ, വളരെ വേഗത്തിൽ. അടുത്ത നോക്കി, എക്സ്പാൻഡ് എന്ന വാക്കിന്റെ ആന്റണിമാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കും, ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ എക്സ്പാൻഡ് തന്നും അങ്ങനെയും ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതിന് ഒരുപക്ഷെ നമുക്ക് അതിന്റെ ഉത്തരം ഡയറക്റ്റ് അറിയില്ല, അല്ലെങ്കിൽ മീനിങ് ഡയറക്റ്റ് അറിയില്ല എങ്കിൽ കൂടിയും ആ ഒരു ചോദ്യം മനസ്സിലാക്കുക വഴി, ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക വഴി അതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ വിപുലീകരിക്കുക, എക്സ്പാൻഡ് ചെയ്യുക, എന്താണ് നിവർത്തുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആന്റോണിം എന്ന് പറഞ്ഞാൽ, എതിർ പദം എന്ന് പറഞ്ഞാൽ ഷ്രിങ്ക് ആണ്. ഷ്രിങ്ങിന്റെ അർത്ഥം ചുരുങ്ങുക എന്നാണ്. ചുരുക്കുക എന്നായി പോയി അല്ലെ. ഓക്കെ, നമുക്കത് ഇറേസ് ചെയ്യാം. യെസ്, ചുരുങ്ങുക എന്നാണ്. ബാക്കി എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാലും ഏതാണ്ട് വിപുലീകരിക്കുക എന്ന അർത്ഥം തന്നെയാണ്. ഗ്രോ, വളരുക എന്നാണ്. ഇൻക്രീസ്, കൂടുക എന്നൊക്കെയാണ്. ഒരേ അർത്ഥമാണ്. അതില് വ്യത്യസ്തമായിട്ടുള്ള, വ്യതിരിക്തമായിട്ടുള്ള ഒരു അർത്ഥം വരുന്നത് ഷ്രിങ്ക് എന്ന വാക്കിന് മാത്രമാണെന്ന് മനസ്സിലാക്കും. സോ ഇറ്റ് ഈസ് ദ ആന്റണിം ടു എക്സ്പാൻഡ് കേട്ടോ. അടുത്തത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. വാട്ട് ഡസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻ? ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, നേരത്തെ പറഞ്ഞതുപോലെ സെന്റൻസിന്റെ ഭാഗമായിട്ടും ശൈലികൾ ചോദിക്കാം. ശൈലികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഭാഷയുടെ സൗന്ദര്യം അടങ്ങിയിരിക്കുന്നത് അതിന്റെ ശൈലികളാണ്. അതുപോലെ ഒരുപാട് ശൈലികളാൽ സമ്പന്നമായിട്ടുള്ള ധാരാളം ലാംഗ്വേജിൽ നിന്ന് കടമെടുത്ത ശൈലികൾ കൂടിയും ഇംഗ്ലീഷിലുണ്ട്. ഇംഗ്ലീഷ് അത്രയും സമ്പന്നമായ ഒരു ഭാഷയാണ്. ഈ ശൈലികളുടെ അർത്ഥം കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും അതിനെ അതിന്റെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. ആ അക്ഷരാർത്ഥത്തിൽ നിന്ന് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഉള്ളിലൊരർത്ഥമില്ലേ, അതിന് ഇംഗ്ലീഷിൽ ഫിഗുറേറ്റീവ് മീനിങ് എന്നാണ് പറയുക, അന്തരാർത്ഥം എന്ന് മലയാളത്തിൽ പറയും. അതാണ് കണ്ടെത്തേണ്ടത്, അതാണ് അർത്ഥമാക്കേണ്ടത്, അർത്ഥമായി പരിഗണിക്കേണ്ടത്. അല്ലാതെ ലിറ്ററൽ മീനിങ് അല്ല. നമ്മൾ പറയാറുണ്ട്, കരഞ്ഞ പാലിനെ
താഴെ തുളുപ്പിപ്പോയ ബാലിനെ പ്രതി കരയരുത്. എന്താ ഉദ്ദേശിക്കുന്നത്? കളഞ്ഞുപോയ ബാലിനെ ഓർത്ത് വിധും വരുന്നതിന്റെ കരയരുത് എന്നതിന്റെ ലിറ്ററൽ മീനിങ്ങിലാണ്. അങ്ങനെയല്ല, അത് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ കാര്യത്തെ പ്രതി ആവലാതിപ്പെടരുത്, കംപ്ലൈന്റ് ചെയ്യരുതെന്ന് മാത്രമേ അത് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് പാല് കളഞ്ഞു പോയി എന്ന് വെച്ച് സങ്കടപ്പെടുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് എല്ലാ ശൈലികളും, ആ അർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇഡിയത്തിന്റെ അർത്ഥം എവരിഡേ അല്ല, ഡ്യൂറിംഗ് ദ നൈറ്റ് അല്ല, ഫ്രീക്വന്റ്ലി അല്ല, നേരെ മറിച്ച് വെരി റയർലി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഞാൻ ഒരു സിനിമയ്ക്ക് പോകാറുണ്ട്, വളരെ റയറായിട്ട്, അപൂർവമായി എന്നാണ് ശൈലിയുടെ അർത്ഥം കേട്ടോ. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്കൊരു വാചകം തരും, ആ വാചകത്തെ എങ്ങനെ ഒറ്റ വാക്കിൽ ചുരുക്കാം. ദാറ്റ് ഈസ് അവർ ടാസ്ക്, അതാണ് നമ്മുടെ ടാസ്ക്. A person who writes dictionaries, ഡിക്ഷണറി നിഘണ്ടുകൾ തയ്യാറാക്കുന്ന അല്ലെ കമ്പൈൽ ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? നോവലിസ്റ്റ് ആണോ, എഡിറ്റർ ആണോ, ലെക്സിക്കോഗ്രാഫർ ആണോ, പബ്ലിഷർ ആണോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഞാൻ തന്നിരിക്കുന്നത്. ഒറ്റ വാക്കിൽ തന്നെ അതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. ലെക്സിക്കോഗ്രാഫർ ആണ്. നോവലിസ്റ്റ് നോവൽ എഴുതുന്ന ആളാണ്, എഡിറ്റർ എഡിറ്റ് ചെയ്യുന്ന ആളാണ്, പബ്ലിഷർ പബ്ലിഷ് ചെയ്യുന്ന ആളാണ്. ഡിക്ഷണറിയുമായിട്ട് ഈ പറഞ്ഞ ആൾക്കാരുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഡിക്ഷണറി എഴുതുന്ന ആളാണ് ലെക്സിക്കോഗ്രാഫർ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില ടെക്നിക്കുകൾ സഫിക്സും പ്രിഫിക്സും ഒക്കെ പഠിക്കുന്നത്, സഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പിലിടുന്ന വാക്ക്, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ പുറകിലിടുന്ന വാക്ക്, ഇത്തരത്തിൽ അവസാനിക്കുന്നതും തുടങ്ങുന്നതുമായിട്ടുള്ള ചില വാക്കുകളുടെ ശകലങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുന്നതിലൂടെ അതിന്റെ മീനിങ് ഒരുപക്ഷെ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചില്ല എങ്കിൽ കൂടിയും ഈ തുടങ്ങുന്ന വാക്ക് അല്ലെങ്കിൽ അവസാനിക്കുന്ന വാക്ക് ഉപയോഗിച്ച് അതിന്റെ മീനിങ്ങിലേക്ക് എത്താൻ പറ്റും. ഏറ്റവും മികച്ച ഉദാഹരണം ഇത് തന്നെയാണ്. ഗ്രാഫർ. ഗ്രാഫറിൽ അവസാനിക്കുന്ന ഒരു വാക്കാണെങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിക്കുക, അത് കലയുമായിട്ട് അല്ലെങ്കിൽ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കായിരിക്കും. ഗ്രാഫർ, ഗ്രാഫ എന്ന ഗ്രീക്ക് വേർഡ് അല്ലെങ്കിൽ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ടു റൈറ്റ് എന്നാണ്. ആ വേർഡിൽ നിന്നാണ് ഈ പറഞ്ഞ ഗ്രാഫർ. നമ്മൾ ഇഷ്ടംപോലെ ഗ്രാഫർ ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്, കാർട്ടോഗ്രാഫർ ഉണ്ട്. കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ മാപ്പുകൾ രചിക്കുന്ന ആളാണ്. ലെക്സിക്കോഗ്രാഫർ ഉണ്ട്, ഫോട്ടോഗ്രാഫർ ഉണ്ട്. ഇതൊക്കെ കലയുമായിട്ട് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കാലിഗ്രാഫർ ഉണ്ട്, മനോഹരമായിട്ട് എഴുതുന്ന ആളെയാണ് കാലിഗ്രാഫർ എന്ന് പറയാം. അപ്പൊ അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. ആ അവസാനിക്കുന്ന വാക്കുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തത് സ്പെല്ലിംഗ് ആണ്. ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ മിസ്പെൽഡ് ആയിട്ടുള്ള, തെറ്റായിട്ട് സ്പെല്ല് ചെയ്യപ്പെട്ട വാക്ക് ഏതാണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഴുതിയെടുക്കേണ്ട, രേഖപ്പെടുത്തിയാൽ മാത്രം മതി കേട്ടോ. ഡെഫിനറ്റ്ലി, റിസീവ്, ബ്യൂട്ടിഫുൾ, നെസസറി. ഇതിലെ പ്രശ്നം നമുക്കറിയാം, ഇതാണ് റിസീവ്. ബാക്കി എല്ലാത്തിന്റെയും സ്പെല്ലിങ് ഒരുപക്ഷെ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നതോടെ നമുക്ക് സുപരിചിതമായിരിക്കും. ഈ റിസീവ് നമ്മൾ എന്താണ് പറയാ, ഈ സംസാര ഭാഷയിൽ ഒരുപാട് ഉപയോഗിക്കുമെങ്കിലും എഴുത്തിൽ നമ്മൾ അധികം എഴുതാറില്ല. ഇനി അഥവാ എഴുതെങ്കിൽ തന്നെയും ഇതുപോലെ ആയിരിക്കും മിക്കവാറും പലരും എഴുതുന്നത്. നമ്മുടെ പലരുടെയും വിചാരം ഇക്ക് മുമ്പാണ് ഐ എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ റിസീവിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇക്ക് ശേഷമാണ് ഐ വരിക. ഇതാണ് റിസീവിന്റെ യഥാർത്ഥ സ്പെല്ലിംഗ്. അപ്പം ഇൻകറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഇതിലേതാണ്? റിസീവ് ആണ്. നമ്മൾ TC റിസീവ്ഡ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. CGL-ഒക്കെ റിപ്പയർ ചെയ്യുന്നതായതുകൊണ്ട് ഈ വർഷമൊക്കെ ഡിഗ്രി കഴിഞ്ഞവരുണ്ടാകും. ഈ വർഷം കഴിഞ്ഞില്ല അല്ലെ, കഴിഞ്ഞ വർഷമൊക്കെ ഡിഗ്രി കഴിഞ്ഞവരുണ്ടാകും. അപ്പൊ അവര് TC റിസീവ്ഡ് എന്നൊക്കെ എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് തന്നെയാണോ എഴുതി കൊടുത്തത്? ആണോ? ഓക്കെ, അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. യെസ്. അടുത്തത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. നമുക്കൊരു പാസേജ് തരും, ആ പാസേജ് വായിച്ച് മനസ്സിലാക്കുക ആദ്യമേ തന്നെ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട 1, 2, 3, 4 ചോദ്യങ്ങൾ തരും. ആ ചോദ്യങ്ങൾ ഈ പാസേജ് വായിച്ച് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്യമം. പ്രധാനമായിട്ടും Tier 2 എക്സാമിലാണ് ഇതുപോലുള്ള റീഡിംഗ് കോംപ്രഹെൻഷൻസ്. Tier 1-ൽ ഇല്ല എന്നല്ല, അളവ് കുറവാണ്, എണ്ണം കുറവാണ്. Tier 2-ൽ ധാരാളം ചോദ്യങ്ങൾ ഈ റീഡിംഗ് കോംപ്രഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നോക്കി, സാറ wakes up early in the morning and goes for a jog. She enjoys the fresh air. Goes for jogging എന്ന് കൊടുത്തു കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു എറർ വന്നതാണ്. ജോഗിങ് എന്ന് കൊടുത്തു. ക്യാപിറ്റൽ ആയി പേര്.
Yes, jogging. Shara wakes up early in the morning and goes for jogging. She enjoys the fresh air and loves watching the sunrise. After jogging, she drinks a glass of juice and gets ready for day. What does Sarah do in the morning? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി എന്തിനു പോവും? ജോഗിങ്ങിന് പോവും അല്ലെ? Goes for jogging. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അല്ലാതെ രാവിലെ ടി വി കാണുവോ ബുക്ക് വായിക്കുവോ ഒന്നുമല്ല. ഇവിടെ തന്നെ രാവിലെ എഴുന്നേൽക്കുക മാത്രമല്ല അദ്ദേഹം എന്തെങ്കിലും കൂടി ചെയ്യും, ജോഗിങ്ങിനും കൂടി സാറ എന്ന സ്ത്രീ പോകാറുണ്ട്. രണ്ടാമത്തെ ചോദ്യം ആ പാസേജിനെ അധികരിച്ചുകൊണ്ട് തന്നെയാണ്. വാട്ട് ഡസ് സാറ ഡ്രിങ്ക് ആഫ്റ്റർ ജോഗിങ്? ജോഗിങ്ങിന് ശേഷം എന്താണ് സാറ കുടിക്കുന്നത്? ഇവിടെ കോഫി കൊടുത്തിട്ടുണ്ട്, ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സെന്റൻസ് പാസേജ് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ജ്യൂസ് ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. വെള്ളവും കാപ്പിയും പാലൊന്നും അല്ല, സാറ കുടിക്കുന്നത് ജ്യൂസ് ആണ് ജോഗിങ്ങിന് ശേഷം. ഓക്കെ, ഇതിപ്പോ ഒരു ചെറിയൊരു പാസേജ് ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ, മനഃപൂർവ്വം ചെറുതാക്കിയതാണ്, എളുപ്പമാക്കിയതാണ്. നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ആവണ്ട. എന്താണെന്ന് മാത്രമല്ലേ പരിചയപ്പെടുന്നുള്ളൂ. ഒരു കോംപ്രഹെൻഷൻ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ, പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻ തന്നത്. ഓക്കെ, യഥാർത്ഥ എക്സാമിന് ഈ പാരഗ്രാഫിന് അല്ലെങ്കിൽ ഈ പാസേജിന് കുറച്ചും കൂടി നീട്ടം ഉണ്ടാകും, വലിപ്പം ഉണ്ടാകും എന്ന് കരുതിയിരിക്കുക. അടുത്തത് പാരാജമ്പിൾസ് ആണ്. എന്താണ് ഏതാണെന്നൊക്കെ ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അറേഞ്ചിങ് ജംബിൾഡ് സെന്റൻസ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു ഫോം എ മീനിങ്ഫുൾ പാരഗ്രാഫ്. ഒരു മീനിങ്ഫുൾ പാരഗ്രാഫ് ഉണ്ടാക്കത്തക്ക വിധത്തില് എങ്ങനെ ലോജിക്കൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യാം. നോക്കിക്കേ, ഇതെല്ലാം ഷഫിൾഡ് ആണ്. നമുക്ക് ആദ്യം നോക്കേണ്ട കാര്യം ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിൽ രണ്ടെണ്ണത്തിൽ ബിയിലാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരും. യെസ്, ബിയിലാണ് അത് തുടങ്ങുക. കാരണം രണ്ടെണ്ണത്തിൽ നമുക്ക് ബി എന്ന് വെച്ച് നോക്കാം. Emma checked her watch and realized she was late. എമ്മ വാച്ച് നോക്കിയപ്പോ അവൾക്ക് മനസ്സിലായി അവള് ലേറ്റ് ആണെന്ന്. ലേറ്റ് ആയാൽ സ്വാഭാവികമായിട്ട് എന്ത് ഉണ്ടാവും? നമ്മുടെ മനസ്സിൽ ഒരു ധൃതി ഉണ്ടാവും അല്ലെ, ഒരു ഹറി ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും സി അല്ലേ വരിക. ബി സി എന്ന് വരുന്നത് ഇത് മാത്രമല്ലേ ഉള്ളൂ, ബാക്കി ബി വരുന്നത് എ ആണ്. ബസ് നിന്നില്ല എന്നാണ്. അതൊരിക്കലും അതിന്റെ തുടർച്ചയായിട്ട് വരില്ലല്ലോ. ലേറ്റ് ആയെന്ന് മനസ്സിലാക്കിയ സ്വാഭാവികമായിട്ടും ധൃതി ഉണ്ടാവും. ഓപ്ഷൻ സി ആണ്. പിന്നെ ധൃതി പിടിച്ച് അവൾ എന്താണ് ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. അതിന് ശേഷമാണ് എന്തായാലും ബസ് നിർത്തിയിട്ടുണ്ടാവില്ല എന്നൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പം എ ആണ് അടുത്തത് വരിക. മൂന്നാമത് എ വരും. അപ്പം ബസ് നിർത്തിയില്ല, അവള് രോക്ഷത്തോടെ നെടുവീർപ്പിട്ടു. പിന്നെ നിർത്താത്തത് കൊണ്ടാവണം സ്വാഭാവികമായിട്ടും ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഏറ്റവും അവസാനം ഡി ആണ്. ഇതെല്ലാം ബി സി എ ഡി എന്നാണ് വരിക. കറക്റ്റ് ഓർഡർ ഓപ്ഷൻ എ ആണ്. ബാക്കിയൊന്നും കറക്റ്റ് ഓർഡർ വരുന്നില്ല. ഇപ്പൊ ഇത് കറക്റ്റായി. ചില സന്ദർഭങ്ങളിലെ അവര് നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഒരു മാറ്റവും വരില്ല, എ ബി സി ഡി എന്ന് തന്നെ ആയിരിക്കും. നമ്മൾ വിചാരിക്കുമ്പോ ഇത് ഷഫിൾഡ് തന്നെ വരത്തുള്ളൂ എന്ന് വിചാരിച്ച് ഷഫിൾഡ് ആക്കി തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ കുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില ചോദ്യങ്ങളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല എന്നും കൂടി മനസ്സിലാക്കാം. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇത്രയും ടൈപ്സ് ഓഫ് ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇനി കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ സ്റ്റാർട്ട് ഫ്രം പാർട്സ് ഓഫ് സ്പീച്ച്. ഇംഗ്ലീഷിന്റെ അടിത്തറയിൽ നിന്ന് തുടങ്ങുക. പുലിയെ അതിന്റെ മടയിൽ പോയി കൊല്ലുക എന്നൊരു അല്ലെ ലാലേട്ടന്റെ ഒരു പ്രസിദ്ധമായ ഒരു സിനിമയിലെ വാചകമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക്സിൽ തന്നെ ഇംഗ്ലീഷിനെ കീഴ്പ്പെടുത്തുക. ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ മേലെ 2 നിലയോ 10 നിലയോ ഇഷ്ടമുള്ള നിലയുള്ള കെട്ടിടം പണിത് വെക്കാൻ സാധിക്കും. അതുപോലെ സെന്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കുക. ഈ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ഒരു സിംപിൾ സെന്റൻസ്, എന്താണ് ഒരു കോമ്പൗണ്ട് സെന്റൻസ്, എന്താണ് ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ ലക്ഷണങ്ങൾ, ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇത് ഉണ്ടാക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ഒക്കെ പഠിക്കുക. ഇതെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പഠിക്കുന്നതെന്ന് വെച്ചാല് അങ്ങനെ സെന്റൻസിന്റെ സ്ട്രക്ചറുമായിട്ട് പരിചയം ഉണ്ടായാൽ മാത്രമേ ക്ലോസ് ടെസ്റ്റ്, കോംപ്രഹെൻഷൻ പോലെയുള്ള ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഫെമിലറൈസ് യുവർസെൽഫ് വിത്ത് വെർബ് ടെൻസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ റെഗുലർ പ്രാക്ടീസ് ആവശ്യമാണ് കേട്ടോ. സോൾവ് ഗ്രാമർ എക്സസൈസസ് ഫ്രം SSC സ്റ്റഡി മെറ്റീരിയൽസ്.
നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങള്, ഫ്രീ ഫയർ കളിക്കാൻ, പബ്ജി കളിക്കാൻ, എത്രയോ നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും ചിലർ അതിനു വേണ്ടി മാറ്റിവെക്കാറുണ്ട്. നിങ്ങൾ ഒരു അരമണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിന്റെ 24 മണിക്കൂറിന്റെ ഒരു അരമണിക്കൂർ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റിവെച്ച് അത്ഭുതാവഹമായ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്രയോ സ്റ്റഡി മെറ്റീരിയൽസ് അക്രോസ് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഓൺലൈൻ ക്വിസസ്, ചെറിയ ചെറിയ ക്വിസസ്, ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഫ്രീ ആയിട്ടുള്ള ക്വിസസ് ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ്. അത് എടുക്കുക. വളരെ ബ്രില്യന്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മോക്ക് ടെസ്റ്റ് എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നതിന്റെ കാര്യമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഒരു അക്കാഡമിയുടെ ഭാഗമായി ഫോർമലായിട്ട് പരിശീലനം നേടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് SSC പഠിക്കുന്നവരായിരിക്കാം. ആരുമായിക്കോട്ടെ, you don't have to wait for the syllabus to be completed to take mock test. മോക്ക് ടെസ്റ്റ് എടുക്കാൻ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആകേണ്ട ആവശ്യം, അതുവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്കറിയാം, ഏതൊരു സബ്ജക്റ്റിനെക്കാളും കൂടുതൽ പ്രയർ നോളജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങള് അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ ബോധ മനസ്സിലുണ്ട്. അപ്പൊ അതിനെ ഒന്ന് പൊടി തട്ടി എടുക്കുക എന്ന് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ മോക്ക് ടെസ്റ്റ് എടുക്കുക. മോക്ക് ടെസ്റ്റ് എടുത്താൽ മാത്രമേ ആക്ച്വൽ എക്സാം കണ്ടീഷൻ സിമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇന്ന ടൈമിൽ, ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ആ ഒരു ടെൻഷനിൽ, ആ ഒരു പ്രഷറിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാം. കേവലം നിങ്ങൾ പേപ്പറിൽ എഴുതി കൂട്ടുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത്, മറിച്ച് ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു എൻവയൺമെന്റിൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷനിൽ ഇരുന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഏതൊക്കെ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ പൊതുവായിട്ട് തെറ്റാവർത്തിക്കുന്നത്, ഇതൊക്കെ കണ്ടുപിടിച്ച് അടുത്ത മോക്ക് ടെസ്റ്റ് ആകുമ്പോഴേക്കും റെക്ടിഫൈ ചെയ്യണം. അതിനെന്ത് വേണം? നമ്മൾ സ്വയം ഡിസ്കവർ ചെയ്യാന്ന് പറയും. ആ സ്വയം ഡിസ്കവർ ചെയ്തില്ല എങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവില്ല, നമ്മുടെ നീഡ്സിനനുസരിച്ച് പഠിക്കാൻ സാധിക്കില്ല. അതിനെന്ത് വേണം? സ്വയം അപ്ഡേറ്റഡ് ആവുക. ആ സ്വയം അപ്ഡേറ്റഡ് ആകാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇത്രയും പ്രാക്ടിക്കൽ ടിപ്സ് പഠിച്ചിരിക്കണം കേട്ടോ. അതേപോലെ കോമൺ മിസ്റ്റേക്സ്, ഈ ടെലിഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, വാട്സപ്പ് ആയിക്കോട്ടെ, ധാരാളം ഗ്രൂപ്പുകൾ ഫ്രീ ആയിട്ട് ലേണിംഗ് കമ്മ്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ ഏതെങ്കിലും ജെനുവൻ ആയിട്ടുള്ള ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. നിങ്ങൾക്ക് വേണേൽ ദിശ അക്കാഡമിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലിങ്കുകളൊക്കെ അവൈലബിൾ ആണ്. ദിശ അക്കാഡമിയുടെ തന്നെ ലേണിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോകാം. അതേപോലെ ഗ്രാമർ ബുക്സ്, ഞാൻ ഒരു ബുക്കിന്റെ കാര്യം പ്രസ്താവിക്കുകയുണ്ടായി. ആ ബുക്ക് മാത്രമല്ല, ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ല ബുക്കുകൾ ഉണ്ടെങ്കിൽ അതുകൂടി വാങ്ങി നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമാക്കുക. അതേപോലെ തന്നെ ഗെറ്റ് അപ്ഡേറ്റ്സ് ഓൺ എക്സാം പാറ്റേൺസ് ആൻഡ് സിലബസ്, അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ആൻഡ് ഗ്രൂപ്പ്സ്, ഓൺലൈൻ ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. അതിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക കേട്ടോ. ഇനി വൊക്കാബുലറി, ഒരാളെ സംബന്ധിച്ച്, ഒരാളുടെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആക്റ്റീവ് വൊക്കാബുലറിയും ഉണ്ട്, പാസീവ് വൊക്കാബുലറിയും ഉണ്ട് എന്നാണ് പറയപ്പെടുക. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന, നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത വാക്കുകളുടെ സമാഹാരമാണ്. ഉദാഹരണം അച്ഛൻ, അമ്മ, നാട് എന്നൊക്കെ പറയുന്നത് നമ്മൾ മറന്നു പോകുമോ? ഇല്ല. പാസീവ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും, പക്ഷെ നമ്മളത് എന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല. ഞാൻ ഇത്രയും നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ ഈ SSC പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന വാക്കുകൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പാസീവ് വൊക്കാബുലറിയുടെ ഭാഗമാക്കിയെങ്കിലും വെക്കണം. കണ്ടാ തിരിച്ചറിയണം. ആ അറിവ് നിങ്ങളെ എക്സാമിന് തീർച്ചയായിട്ടും രക്ഷിക്കും എന്ന് മനസ്സിലാക്കുക. റിവ്യൂ ആൻഡ് റിപ്പീറ്റ്, ഈ രണ്ട് മന്ത്രങ്ങളാണ് വൊക്കാബുലറി പഠിക്കുമ്പോൾ നിങ്ങൾ സ്വായത്തമാക്കേണ്ടത്. റിവ്യൂ ആൻഡ് റിപ്പീറ്റ്. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ പഠനം വെള്ളത്തിൽ വരച്ച വര പോലെയാകും. ഒന്ന് പഠിച്ചത് രണ്ടാമത്തെ ദിവസം ഓർമ്മയുണ്ടാകുമോ? ഇല്ല. അതുപോലെ ഈ പഠിച്ച വൊക്കാബുലറികള് പുതിയ പുതിയ സെന്റൻസുകൾ, നിങ്ങൾ നിർമ്മിച്ച സെന്റൻസുകളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ മൂലി എന്ന് പറയുന്നത് അത് പത്രം വായനയാണ്. നിരവധി തവണ പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദ്യം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, റീസണിങ്ങിന്റെ മാത്സിന്റെ ഒക്കെ ചോദ്യം ഇംഗ്ലീഷിലാണോ, അതുപോലും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷ് ചെയ്യാൻ പറ്റുന്നില്ല, GK കിട്ടുന്നില്ല, സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാകുന്നില്ല, ശൈലി മനസ്സിലാകുന്നില്ല, ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കും കൂടി ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, പത്രം വായന.
ഒരു 6 മാസക്കാലം എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് നിങ്ങൾ പത്രം വായിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള ഫ്ലുവൻസി പ്ലസ് നിങ്ങളുടെ ഗ്രാമറിലുള്ള അറിവ് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ചെറിയ ചെറിയ വാർത്തകൾ വായിച്ചു തുടങ്ങിക്കോ. ഞാൻ ഒരിക്കലും നിങ്ങൾ ഹിന്ദുവിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങളുടെ ആർട്ടിക്കിൾസ് വായിച്ചു തുടങ്ങണമെന്ന് ഒരിക്കലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ തുടങ്ങുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്കറിയാം, ഒരു പത്രത്തിന്റെ ഏറ്റവും പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കും അതിന്റെ എഡിറ്റോറിയൽസ് എഴുതപ്പെടുന്നത്. ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എഡിറ്റോറിയൽ വായിക്കാൻ തുടങ്ങി നമുക്കൊരു ചടപ്പ് അനുഭവപ്പെടും. നമ്മൾ മടുക്കും. നമ്മൾ വിചാരിക്കും ഇതിനെ കൊണ്ട് പറ്റുന്ന ഒരു കേസല്ല, ഞാൻ മറിച്ചാൽ മറിയുന്ന ഒരു മലയല്ല എന്ന് വിചാരിച്ച് നിർത്താൻ സാധ്യതയുണ്ട്. അതങ്ങനെ നിർത്താതിരിക്കാൻ ചെറിയ ചെറിയ വാർത്തകൾ, നമ്മുടെ ചുറ്റുമായിട്ടുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ വാർത്തകൾ 1-ാം പേജിലും 2-ാം പേജിലും പുറകെ പേജിലും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ വായിച്ച് അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കുക. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ശൈലികള്, വാക്കുകളുമായിട്ട് ഒരു പരിചയം ഉണ്ടാകും. അതുപോലെ ഈ പബ്ജിയും ഫ്രീ ഫയർ ഒക്കെ കളിച്ച്, കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിച്ചു കളയുന്ന, പെസ് കളിച്ചു കളയുന്ന സമയം ക്രോസ് വേർഡ്, അതേപോലെ വേർഡ് പസിൽസ്, എത്രയോ രസകരമായിട്ടുള്ള ബ്രെയിൻ ആക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. ഒന്നെടുത്ത് ഡൗൺലോഡ് ചെയ്തേ. വെറുതെ ഇരിക്കുമ്പോ നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഈ ക്രോസ് വേർഡ്സ് ഒക്കെ ഗെയിംസ് ഒക്കെ കളിക്കുക. അതേപോലെ ഫ്ലാഷ് കാർഡ്, സ്വന്തമായിട്ട് മുറിയിലൊക്കെ ഒരു ഫ്ലാഷ് കാർഡ് ഒക്കെ ഉണ്ടാക്കി വെക്കുക. ഭിത്തിയിൽ അങ്ങനെ പറിച്ച് മാറ്റാത്ത വിധത്തിൽ അത്രയും രീതിയിൽ ഭയങ്കര ഉറപ്പിലൊന്നും ഒട്ടിച്ചു വെക്കൊന്നും വേണ്ട. അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ വഴക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പറിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത്തരം കാർഡുകൾ, വൊക്കാബുലറി അടങ്ങിയ കാർഡുകൾ പ്ലേസ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു. ഈ ഒരു കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട്, ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കാനുള്ളത്. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ ഹെൽപ്ഫുൾ ആകത്തക്ക രീതിയിലുള്ള ചെറിയ ചെറിയ കോൺസെപ്റ്റുകളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ത്രൂ കോൺസെപ്റ്റ്സ് എന്ന രീതിയിലായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഇനിയുള്ള ക്ലാസ്സുകൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെടണം എന്നതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ എല്ലാ ക്വറീസും ഞാൻ വായിച്ചു നോക്കുന്നതായിരിക്കും. അതിനനുസരിച്ചായിരിക്കും തുടർന്നുള്ള വീഡിയോസ് ഞാൻ പാകപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ദിശ ഫാമിലിയുടെ ഒരു ഭാഗമായി മാറുക. സോ താങ്ക് യു. ഹാപ്പി ലേണിംഗ്.